നേതാക്കളിൽ സുരേഷ് ഗോപിയെ നമ്മൾ കാണുന്നുണ്ട്. സുരേഷ് ഗോപി ഇന്നലെ മാറ്റുകാരിൽ എത്തിയിരുന്നു. ഇത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ സമരവേദിയിലാണ് സുരേഷ് ഗോപി. അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾക്ക് നന്മ ഉണ്ടാവും. ഒന്ന് കണ്ടേക്കാം അല്ലേ? കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശാ വർക്കർമാരുടെ സമരം നടക്കുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആ സമരവേദിയിലെത്തി അവരുമായി സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ ഈ പൊങ്കാല ദിനത്തിൽ പ്രേക്ഷകർ കാണുന്നത്. BJP നേതാക്കൾ സുരേഷ് അടക്കം ഒപ്പമുണ്ട്. പ്രശാന്ത് കൃഷ്ണ ഒപ്പമുണ്ട് എന്നാണ് കരുതുന്നത്. പൊങ്കാല ദിനത്തിൽ ആശാ വർക്കർമാരുടെ സമരവും പ്രതിഷേധവും ഒപ്പം പൊങ്കാലയും ഒക്കെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഇന്നത്തെ കാഴ്ച. പ്രശാന്ത്, ആശാ വർക്കർമാരുമായി സുരേഷ് ഗോപി സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രത്യേകമായ കൃത്യമായ ഉറപ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ടോ? ഈ പൊങ്കാല ദിനത്തിൽ വലിയ പ്രതീക്ഷയിലാണ് അവരും പൊങ്കാല അർപ്പിക്കുന്നത്. അവരുടെ ജീവിത സമരത്തിനൊരു മാറ്റമുണ്ടാകും, അതിൽ അനുഗ്രഹമുണ്ടാകും. ആ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അക്കാര്യം കേൾക്കുന്നുണ്ടോ തലപ്പത്തുള്ള സുരേഷ് ഗോപിയോടക്കമുള്ള ആളുകൾ? ഇതും നോയമ്പ, ഇതും നോയമ്പിന് തുല്യം. കൊല്ലത്തുനിന്ന് വരിക, വീട്ടിന്റെ അടുക്കേന്ന്. പേരെന്താ ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് അസൂറ. ഞാൻ കിളിയലൂർ PHC ജോലി ചെയ്യുന്നു. വീട്ടിലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഏത് ആശാവർക്കർമാരുമായി അദ്ദേഹം സംസാരിക്കുന്നു. ഓരോ വീട്ടിലെയും മക്കളുടെ നല്ല അന്തരീക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കളിലൂടെയാണ് തകർക്കാൻ നോക്കുന്നത്. ഒരാഗ്രഹ സബലീകരണത്തിനാണ് അവരിന്നിപ്പോൾ എല്ലാവരും പൊങ്കാല ഇടുന്നത്. അപ്പോൾ ഈ പൊങ്കാല കഴിയുമ്പോൾ അവർക്ക് അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാനുള്ള ഇടപെടലുണ്ടാവും. അല്ലല്ല, ഇത് അമ്മയ്ക്ക് അങ്ങനെ ഒരു ഇന്നതിന് വേണ്ടി എന്നില്ല. ഇത് ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പൊങ്കാല എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് അഹിതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, കേരളത്തിൽ മാത്രമല്ല മിക്കവാറും സംസ്ഥാനങ്ങളിലുണ്ട്. പഞ്ചാബിനെ വേണം ആദ്യം രക്ഷപ്പെടുത്തിയെടുക്കാൻ. അപ്പോൾ ഏത് വഴിക്കാണിത് വരുന്നത്, ഈ അപകടം എന്ന് അറിഞ്ഞൂടെ? അപ്പോൾ അങ്ങനെയുള്ള ദുഷ്ടലാക്കോടെ നമ്മുടെ യുവത്വത്തെ നശിപ്പിക്കാനും അതുവഴി ഭാരതത്തെ നശിപ്പിക്കാനും ഒരു ഇൻറ്റന്റ് ഉണ്ടെങ്കിൽ ആ ഇൻറ്റന്റിനെ കത്തിച്ച് കളയാനുള്ള പ്രാർത്ഥനയായിരിക്കണം ഇത്. കാരണം ഇത് കണ്ണകിക്കാണ് ഈ സമർപ്പണം നടക്കുന്നത്. കണ്ണകി ആരാണെന്ന് അറിയാമല്ലോ അല്ലേ? ഈ അമ്മമാര് രാവിലെ പൊങ്കാല ഇടുമ്പോൾ പറഞ്ഞത് ഈ ആരോഗ്യമന്ത്രിയുടെ കണ്ണ് തുറക്കാൻ വേണ്ടിയാണ് അവരുടെ പ്രാർത്ഥന. ഒരു ആരോഗ്യമന്ത്രിയുടെ അല്ല, 2 or 3 ആരോഗ്യമന്ത്രിമാരുടെ അല്ല, ഒരു സംവിധാനത്തിൽ അതാണ് കേന്ദ്രം ഒരുപക്ഷെ നേരിടുന്ന ഒരു വിഷയം. അതാണ് ഒരു സംവിധാനത്തിൽ നിങ്ങൾ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്നൊക്കെ പറഞ്ഞ് ഒറ്റ കാര്യം ചോദിക്കാം, എല്ലാം ഇങ്ങോട്ട് കൊടുക്കണം, അവര് കൊടുക്കും. പക്ഷെ ഇങ്ങോട്ട് കൊടുത്താലേ കൊടുക്കൂ, അത് ന്യായം. കൊടുക്കാനുള്ളത് കൊടുത്തു, ഇനി കിട്ടാനുണ്ടെങ്കിൽ കണക്ക് തരാം, കണക്ക് കൊടുക്കില്ല, അതും അവരുടെ ന്യായം. ഇനി ഇതെല്ലാം അവിടെ നിന്നുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ അവരെ പണിയിൽ നിന്ന് പറഞ്ഞയക്കണമെങ്കിൽ അത് ഞങ്ങൾ തീരുമാനിക്കും. അത് എവിടുത്തെ ന്യായമാണ്? സർട്ടിഫിക്കറ്റ് പറഞ്ഞയക്കുന്ന അവരെ നിയമിച്ചത് അവരെ പറഞ്ഞയക്കുന്നതും അവര്. പക്ഷെ എല്ലാം കൊടുക്കുന്നത് അവിടുന്ന് കൊടുത്തോ, എവിടുത്തെ ന്യായമാണത്? അപ്പൊ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാനുള്ള സംവിധാനത്തിലെ ചില സൗകര്യപ്പെടുത്തലുകൾ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും അവരവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥിക്കാതെ തന്നെ സബലീകരണമടയും എന്നുള്ളത് ഇതിലെ ഒരു വലിയ സയൻസാണ്. ഇന്നിപ്പോൾ കണക്ക് പറയുന്നത് ഏതാണ്ട് 70 മില്യൺ പൊങ്കാല ഇടുന്നു എന്നാണ്. പൂർണ്ണമല്ല, കാരണം തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലയിലും ഒരടുപ്പെങ്കിലുമുണ്ട്. എത്ര 1000 അടുപ്പാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ തള്ളാവില്ല, ഞാൻ പറഞ്ഞാൽ തള്ളായി പോകും. കാരണം ഞാൻ കേരളത്തിൽ നിന്നാണ് അത് പറയുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കണക്കെടുക്കും. എത്ര കോടിയാണ് മഹാകുംഭ് മേളയിൽ വന്നത്? എല്ലാവരും ഭക്തിപൂർവം ആ പ്ലാനറ്ററി പൊസിഷനിൽ ഒരു കോൺസ്റ്റലേഷൻ മുകളിൽ വന്ന് നിന്ന് ത്രിവേണി ഗംഗയുടെ ചില തട്ടുകളിൽ അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ആ ഹോളി ഡിപ്പിനാണ് വരുന്നത്. ദിവ്യ സ്നാൻ എന്നാണ് അതിന് പറയുന്നത്. അതിനു വേണ്ടി വന്നതാണ്. അവർക്ക് 60 ദിവസം തികഞ്ഞില്ല എന്നാണ് പറയുന്നത്.
ഇനി ഈ 60-70 കോടി വന്നു, ഒരാൾ ഒരു ദിവസം 1000 രൂപ വെച്ച് ചെലവാക്കാതെ അവിടെ പറ്റുമോ? അവിടുത്തെ തുഴച്ചിൽ നടത്തുന്ന വള്ള സൗകര്യങ്ങൾ, ചെറു ബോട്ടുകളിൽ കൊണ്ടുപോയ ആൾക്കാർ എത്ര കോടിയാണ് സമ്പാദിച്ചത്? 30 കോടിയാണ് സമ്പാദിച്ചത്. ഇതൊക്കെ ഏത് സർക്കാരിന് കൊടുക്കാൻ പറ്റും? അപ്പൊ അങ്ങനെ ഒരു ഭക്ത സമൂഹം വന്ന് UP-യുടെ ഒരു GDP ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിന്റെ GDP-യിലേക്കാണ് വന്നു ചേരുന്നത്. രാജ്യത്ത് വിവിധ മതക്കാർ, ആചാരക്കാർ അവരെല്ലാം ആ ചോറുണ്ണാൻ പോവുകയാണ്. അതിനെ നിന്ദിക്കുന്നവർക്ക് അവരുടെ DNA-യിലെങ്കിലും ഇത്തിരി ലജ്ജ വേണം. അത്രയേ ഉള്ളൂ. ഇതെല്ലാം പ്രാർത്ഥനയാണ്. പൊങ്കാലയും പ്രാർത്ഥനയാണ്. ഒരു മാസമാകുന്നു ഇപ്പോൾ ഉടൻ തീർക്കേണ്ടതല്ലേ? തൊഴിലാളികളായിട്ട് അംഗീകരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. അതുപോലെ ഇപ്പോഴും ആയിട്ടില്ല. അതിന് കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തേണ്ടതല്ലേ? സംവിധാനം എന്താണെന്ന് പഠിക്കൂ. കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്താണെന്ന് പഠിക്കൂ. എന്തോ പ്രധാനപ്പെട്ട ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ഉന്നം വെച്ച് ചോദിക്കരുത്. അല്ല, പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആവശ്യമാണ്. സിക്കിം സർക്കാരാണ് അവരെ തൊഴിലാളികളായിട്ട് പ്രഖ്യാപിച്ചത്. അവരെടുത്ത് പറയും പ്രഖ്യാപിക്കാൻ. ചെല്ല്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സർക്കാരില്ലേ സിക്കിം അന്വേഷിക്കും. സുരേഷ് ഗോപി, ആശാമാർ സമരം ചെയ്യുന്നിടത്ത് അവർ പൊങ്കാലയും അർപ്പിച്ചിരുന്നു. അവരെ കാണാനായി എത്തിയതാണ്. അപ്പോഴാണ് അദ്ദേഹം പ്രതികരിച്ചത്. കുംഭമേള അടക്കം എങ്ങനെയാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ഗുണപരമായി സ്വാധീനിക്കുന്നത് എന്ന് പറഞ്ഞുകൂടിയാണ് അദ്ദേഹം ഈ പൊങ്കാലയെക്കുറിച്ച്. ഒപ്പം ഇത് എല്ലാവർക്കുമുള്ള പ്രാർത്ഥനയാണ്. പ്രശാന്ത് കൃഷ്ണയാണ് ഒപ്പമുള്ളത്. അല്പം ശോഭിച്ചുകൊണ്ടുകൂടിയാണ് സുരേഷ് ഗോപി സംസാരിക്കുന്നത്. സംസ്ഥാന സർക്കാരാണ് ആശാ വർക്കർമാരുടെ സമരത്തിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കേണ്ടത്. എന്തിന് കേന്ദ്രത്തെ കുറ്റം പറയുന്നു? കേന്ദ്രം നൽകാനുള്ള സഹായമെല്ലാം നൽകിയിട്ടുണ്ട്, അത് ചെലവഴിക്കുന്നുണ്ട്. അത് ചെലവഴിച്ചതിൻ്റെ കണക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല തുടങ്ങിയ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ ആവർത്തിക്കുകയായിരുന്നു സുരേഷ് ഗോപി. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആശാ വർക്കർമാർ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നതും പൊങ്കാല അർപ്പിക്കുന്നതും. അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകും, അവരുടെ പ്രശ്നം കൂടി എല്ലാവരും കാണും, കേൾക്കും, ഇടപെടലുണ്ടാകും എന്നവർ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ എത്രത്തോളം സഫലമാകും എന്ന ചോദ്യമാണ് ഉയരുന്നത്.